കോഴിക്കോട് വന്നിട്ട് ഞങ്ങൾ ആദ്യം പോയത് ബേപ്പൂരിലോട്ടാണ്. എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കി. ആകാശത്തിൻ്റെയും വെള്ളത്തിൻ്റെയും നിറമെല്ലാം ഒരേപോലെ. വെള്ളത്തിന് തിരയടിക്കുന്നു നോക്കി നിൽക്കുകയാണ് അന്യൂസ്. ഇതാണ് ശരിക്കും ജങ്കാർ അടുക്കുന്ന സ്ഥലമാണ്. ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ ജങ്കാറിൽ കയറാനായിട്ട്. അവിടെ ഒരു ഫുഡ് ഫെസ്റ്റും നടക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 25-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെയാണ് തുടങ്ങുന്നത് ഡിസംബറിൽ. നമ്മൾ പോയപ്പോഴത്തേനും അത് സ്റ്റാർട്ടായിട്ടില്ലായിരുന്നു. എന്നാലും ജസ്റ്റ് ഞങ്ങൾ അവിടെ പോയി നോക്കിയതാണ്. ടിക്കറ്റ് എടുത്ത ശേഷം ഞങ്ങൾ ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു വശത്തോട്ട് 5 രൂപയാണ് ഒരാൾക്ക്. ഞങ്ങൾ 4 പേരുള്ളതിനാൽ 40 രൂപയാണ് ഇരുവശത്തോട്ടും ചാർജ് വന്നത്. ഇതവിടുത്തെ പ്രൈവറ്റ് ബോട്ടാണ്. 30 മിനിറ്റ് 100 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ ചാർജ് ഇല്ല. ഞങ്ങൾ തിരകൾ അടിക്കുന്നത് നോക്കിയിട്ട് കുറച്ചു നേരം അവിടെ കാഴ്ചകൾ കണ്ടു നിൽക്കുകയാണ്. ഇതാണ് നമ്മൾക്ക് കയറേണ്ട ജങ്കാറ്. അപ്പുറത്തെ യാത്രക്കാരുമായി ഇത് വന്നിട്ട് തീരത്ത് വന്ന് അടുക്കാൻ പോവുകയാണ്. ഞങ്ങളങ്ങനെ ജങ്കാറിനകത്ത് കയറി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വണ്ടികൾ ഓരോന്നായി കയറിക്കൊണ്ടിരിക്കുക കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജങ്കാർ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. കടലിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ജങ്കാർ ഇറങ്ങി. ഇവിടെ ഒരു ഉപ്പിലിട്ട മാങ്ങയും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. പല പല ഇതൊക്കെയായിരുന്നു കിട്ടുന്നത്. മാങ്ങയുണ്ട്, പൈനാപ്പിളുണ്ട്, ആപ്പിൾ വരെ അവർ ഇതേപോലെ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഫെസ്റ്റ് കാണാനാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യമില്ല, അത്രേ പറയാനുള്ളൂ. 3 മണിക്കാണ് ഇത് തുറക്കുന്നത്. പക്ഷേ ഇതുവരെ ഞങ്ങൾ ചെന്നപ്പോഴും തുറക്കുന്നില്ല, ലേറ്റ് ആകും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ അടുത്ത ജങ്കാറിനുമായി വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് കുറച്ച് ഞണ്ടുകളെ കണ്ടത്. ഞണ്ടുകളെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഞണ്ടുകളെ നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്കിനി ഈ വശത്തോട്ടാണ് പോകേണ്ടത്, തിരിച്ച് ബേപ്പൂരിലോട്ട്. കടലിലോട്ട് നീണ്ടു കിടക്കുന്ന നടപ്പാതയിലോട്ടാണ് പോകേണ്ടത്. ഇതാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ജങ്കാർ. ജങ്കാർ എന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു ഭിത്തിയിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചേക്കുന്നത് കണ്ടത്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ബേപ്പൂരിൻ്റെ നടപ്പാതയിലെത്തി. ഇവിടെ നല്ല വെയിലാണ്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകാം എന്നാണ് അന്നൂസ് പറഞ്ഞത്.
പല വഴിയോര കച്ചവടക്കാരെയും വെള്ളം, ഐസ്ക്രീം, ഉപ്പിലിട്ടത്, മാങ്ങ അതേപോലുള്ള ഐറ്റംസ് കിട്ടുന്ന പല കച്ചവടക്കാരെയും നമുക്ക് അവിടെ കാണാം. കാറ്റത്ത് ഷോള് പറത്തി കളിക്കുകയാണ് അന്നൂസ്. കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇത് ഞങ്ങളൊരു സ്ലോ മോഷൻ വീഡിയോ എടുത്തതാണ്. എങ്ങനെയുണ്ട് ഗൈസ്? ഏകദേശം 1 കിലോമീറ്ററോളം തന്നെ നടപ്പാതയുണ്ട് കടലിനകത്തോട്ട്. അന്നൂസ് ആകെ നടന്ന് വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ. ആകാശം നോക്കി, അതിമനോഹരമായ കടലും രണ്ടും കൂടി ആകുമ്പോൾ സൂപ്പറല്ലേ? ഇവിടുത്തെ ഒരു വ്യൂ അടിപൊളിയാണ് ഗൈസ്. ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ നടക്കാനുള്ള മടി കൊണ്ട് അറ്റത്തേക്ക് വരാണ്ടിരിക്കരുത്. ഇവിടെ ഇത് മിസ്സാക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയും അനുഭൂതിയും തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു കോഴിക്കോടൻ ബിരിയാണി കഴിച്ചു. കോഴിക്കോട് വന്നാൽ ബിരിയാണി മസ്റ്റാണല്ലോ. അടുത്തതായിട്ട് SM സ്ട്രീറ്റിലോട്ടാണ് പോയത്. SK പൊറ്റക്കാടിൻ്റെ ഒരു പ്രതിമയുണ്ടായിരുന്നു. അതിന് ചുറ്റും ആളുകൾ ഇരിക്കുന്നുമുണ്ട്. SM സ്ട്രീറ്റിൽ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളങ്ങനെ കോഴിക്കോടൻ ഹൽവ വാങ്ങാനായിട്ട് ഒരു കടയിലോട്ട് കയറി. ഞങ്ങൾ ചെല്ലുന്നത് കണ്ട് അവിടുത്തെ കടയിലെ ചേട്ടൻ വാ ഹൽവ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് വിളിക്കുകയാണ്. ടെൻഡർ കോക്കനട്ടിൻ്റെ ഹൽവ, ഗോതമ്പിൻ്റെ ഹൽവ, ക്യാരറ്റ് ഹൽവ, ഡേറ്റ്സും മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഹൽവ, ഇത്രയും ഹൽവയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇതായിരുന്നു ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ നോർമലി കാണുന്ന ടൈപ്പ് ഒരു ഹൽവ ആയതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ മിക്സാക്കി വാങ്ങിച്ചു. ഞങ്ങൾ പിന്നെ SM സ്ട്രീറ്റിലോട്ട് ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ടു നിൽക്കുകയാണ്. എനിക്ക് വ്യത്യസ്തമായി തോന്നിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കടയുടെയും ഫ്രണ്ടിൽ ഒരാളെ നിർത്തിയിട്ടുണ്ടായിരിക്കും ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി. അതായത് 2 ടോപ്പ് 500 രൂപ, ചെരുപ്പ് ഇത്ര രൂപ എന്നും പറഞ്ഞ് പൈസയോട് കൂടിയാണ് അവർ ആളുകളെ ആകർഷിക്കുന്നത്. അതൊരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ്. അടുത്തത് ഞങ്ങൾ വന്നത് മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ്. ഇവിടെ ലൈറ്റ് കൊണ്ട് അടിപൊളി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരും അത് കാണാൻ വേണ്ടി ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടമ്മ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് ഹന്നൂസ് പറയുന്നത്. ഞങ്ങളങ്ങനെ അത് കാണാൻ വേണ്ടി അതിൻ്റെ അടുത്തോട്ട് പോവുകയാണ്.
മാനാഞ്ചിറ സ്ക്വയറിലെ ഈ ലൈറ്റ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.